ജാർഖണ്ഡിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ നാടകീയ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നു. കാരണം ഈ ജാർഖണ്ഡ് മുഖ്യമന്ത്രിക്ക് വലിയ രീതിയിൽ കുരുക്കുമുറുകുന്ന ഇഡി അന്വേഷണത്തിൽ കുരുക്കുമുറുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഹേമന്ത് സോറിനെ കാണാനില്ല എന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിൽ MLA-മാരുടെ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം കൃത്യമായ തെളിവുകൾ ഈ സോറിനെതിരെ ഉണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായാൽ നേതൃമാറ്റം ഉണ്ടായേക്കും, ഭാര്യ കൽപ്പനയാകും മുഖ്യമന്ത്രിയാവുക എന്നൊക്കെയുള്ള സൂചനകൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ഈ ഭൂമി ഇടപാട് അതോടൊപ്പം തന്നെ അനധികൃത ഖനനം ഈ വിഷയങ്ങളിലൊക്കെ ജാർഖണ്ഡ് സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാർ എന്ന മോശം പ്രതിച്ഛായയിലേക്ക് ഹേമന്ത് സോറിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ ജാർഖണ്ഡിൽ എത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് ശേഷം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചന. അതിനാൽ ജാർഖണ്ഡ് തലസ്ഥാനമായ റാഞ്ചിയിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രതിരോധ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് കുരുക്ക് മുറുകുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിരവധി തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനകം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡൽഹിയിലും ഇതേ കേസുമായി ബന്ധപ്പെട്ട് ED അടുത്തിടെ റെയ്ഡ് നടത്തുകയും ഹേമന്ത് സോറിന്റെ വസതിയിൽ നിന്നും 36 ലക്ഷം രൂപയും ഒരു ആഡംബര കാറും പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതെല്ലാം അനധികൃത ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിട്ടുള്ള പണമാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ വിശദീകരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ ചോദ്യം ചെയ്യൽ കൂടി കഴിഞ്ഞാൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അറസ്റ്റ് ചെയ്യാൻ വേണ്ട രീതിയിലുള്ള തെളിവുകൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കലുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധിയിലേക്ക് ജാർഖണ്ഡിലെ സർക്കാർ നീങ്ങുകയാണ്. കാരണം ഈ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തൻ്റെ പത്നിയായിട്ടുള്ള കൽപ്പന സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിക്കാനുള്ള ശ്രമമാണ് ഹേമന്ത് സോറനും കുടുംബവും നടത്തുന്നത്. എന്നാൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കകത്ത് രൂപപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്നലെ ജാർഖണ്ഡിലെ ഈ JMMന്റെ മുഴുവൻ MLA-മാരുടെയും ഒരു യോഗം റാഞ്ചിയിൽ വിളിച്ചിരുന്നു. പക്ഷേ ആ യോഗത്തിൽ 7 MLA-മാർ വിട്ടുനിന്നു. ഈ ജാർഖണ്ഡ് മുക്തി മോർച്ചയിലെ 7 MLA-മാരെന്ന് പറയുമ്പോൾ അതിൽ ഈ ഹേമന്ത് സോറന്റെ സഹോദരനായിട്ടുള്ള ബസന്ത് സോറൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് വിട്ടുനിന്നിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വന്തം ഭാര്യയെ പ്രതിഷ്ഠിക്കുവാനുള്ള നീക്കത്തിൽ വലിയ അതൃപ്തി ഈ ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കകത്ത് രൂപപ്പെടുന്നു എന്നാണ് ഇത് നൽകുന്ന സൂചന. എന്നാൽ പ്രശ്നങ്ങളില്ല എന്ന വിശദീകരണമാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കളും നൽകുന്നത്. പക്ഷേ മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ പ്രതിഷേധം ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കകത്ത് തന്നെ രൂപപ്പെടുന്നു എന്നതാണ്. നമുക്കറിയാം അവിടെ അധികാരത്തിലുള്ളത് JMM-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസും ചേർന്നുള്ള സർക്കാരാണ്. UPA അതല്ലെങ്കിൽ INDA മുന്നണി അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഒരുപക്ഷെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോൾ INDA മുന്നണിയും UPA-യും ഈ ജാർഖണ്ഡിൽ നേരിടുകയാണ്. ഈ അഴിമതി ആരോപണങ്ങളും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്. ഗൗതം, അതാണ് കാരണം ഈ ഭൂമി കുംഭകോണ കേസിൽ കൃത്യമായ തെളിവ് ഇടിക്ക് ലഭിച്ചതിനെ തുടർന്നാണല്ലോ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നുള്ള ഒരു ശക്തമായ സാധ്യത തള്ളിക്കളയാനാകാത്തത്. ആ ഒരു സാഹചര്യത്തിലാണ് JMN-നുള്ളിൽ നിന്നും തന്നെ, കാരണം കൽപ്പന സോറിനെ മുഖ്യമന്ത്രിയാക്കൊണ്ട് ഒരു പിൻസി ഡ്രൈവിംഗ് ആയിരിക്കും ഉദ്ദേശിക്കുക എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ ഹേമന്ത് സോറിന്റെ ഒരു നീക്കം. അതിനെ എതിർത്തുകൊണ്ട് ഈ JMM-നുള്ളിൽ നിന്ന് തന്നെ വിമത സ്വരങ്ങൾ ഉയരുന്ന അല്ലെങ്കിൽ എതിർ സ്വരങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം. മാത്രമല്ല നമുക്ക് ഈ വിലക്കെടുക്കുന്ന പ്രതിഷേധങ്ങളെ കുറിച്ച് അറിയാമല്ലോ. ആ ഒരു സാഹചര്യത്തിൽ അവിടെ അങ്ങനെ ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ സോറിനെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്തേക്കുമെന്നൊരു സാഹചര്യം വന്നപ്പോൾ എന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ കണക്കിലെടുത്ത് വലിയ സുരക്ഷ റാഞ്ചിയിൽ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നത്. ലക്ഷ്മി, അത് തന്നെയാണ്. അതായത് ഈ ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്താണ് ജാർഖണ്ഡ് തലസ്ഥാനമായ റാഞ്ചിയിൽ 144 ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കാരണം ഒന്ന് ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും JMM പ്രവർത്തകരുടെ ഒരു പ്രതിഷേധമുണ്ടാകും. ഇത് കൂടാതെ ഈ സംഘടനയ്ക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒരുപക്ഷെ സംഘർഷത്തിലേക്ക് വഴിവെക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജാർഖണ്ഡിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല മുൻപും ഈ JMM നേതാക്കൾ പലതരത്തിലുള്ള അഴിമതികളിലും കൊലപാതക കേസുകളിലുമൊക്കെ ഈ പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ സ്ഥാപക നേതാവ് തന്നെ ഷിബു സോറനാണ്. നമുക്കറിയാം ഷിബു സോറൻ അഴിമതി കേസിൽ ജയിലിൽ കടന്നിട്ടുള്ള വ്യക്തിയാണ്. കൊലപാതക കേസിൽ ഉൾപ്പെടെ ജയിലിൽ പോയിട്ടുള്ള ഷിബു സോറന്റെ മകനാണ് ഹേമന്ത് സോറൻ. അങ്ങനെ പരമ്പരാഗതമായി തന്നെ അഴിമതി ആരോപണങ്ങളും
വിവിധ കേസുകളും വേട്ടയാടുന്ന ഒരു പാർട്ടിയും നേതൃത്വവുമാണ് ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് വർഷങ്ങളായി ഉള്ളത് എന്നതുകൂടി ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. അതിനാൽ വലിയ അമർഷം ജനങ്ങളുടെ ഭാഗത്ത് നിന്നും JMM കോൺഗ്രസ് സർക്കാരിനെതിരെ ജാർഖണ്ഡിൽ ഉയർന്നു വരുന്നുണ്ട്. അതും ഒരുപക്ഷെ വൻ പ്രതിഷേധം, ജനങ്ങളുടെ പ്രതിഷേധം തന്നെ തെരുവിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. BJP ഈ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഉടൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് എത്തുന്നു. കാരണം അവിടെ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അവിടെ അധികാരത്തിലിരിക്കുന്നത് കോൺഗ്രസിന്റെയും JMMന്റെയും സർക്കാരാണ്. UPA അതല്ലെങ്കിൽ INDA മുന്നണിയാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത്. ഇതിപ്പോൾ നിലവിൽ കുരുക്ക് മുറുകിയിരിക്കുന്നത് പ്രതിരോധ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ കേസിൽ മാത്രമല്ല ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്, മറിച്ച് അനധികൃത സ്വത്ത് സമ്പാദ്യ കേസുണ്ട്. അതോടൊപ്പം തന്നെ അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹേമന്ത് സോറിനെ ചോദ്യം ചെയ്തിരുന്നു. കാരണം ഏറ്റവും അധികം ഈ കൽക്കരി ഖനികൾ ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ജാർഖണ്ഡ്. ആ കൽക്കരി ഖനനവുമായി ബന്ധപ്പെട്ട് അത് പാട്ടത്തിന് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സർക്കാരിന് നഷ്ടം വരുന്ന രീതിയിലുള്ള ചില ഇടപാടുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുകയും ആ ഇടപാടുകൾ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ വാർത്തകൾ അടുത്ത കാലത്ത് പുറത്തു വന്നിരുന്നു. അപ്പോൾ നിലവിൽ പ്രതിരോധ ഭൂമി ഇടപാടിലാണ് ഇന്നിപ്പോൾ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളതെങ്കിൽ ഇതുകൂടാതെ അനധികൃത സ്വത്ത് സമ്പാദ്യം, അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലെ കൽക്കരി ഖനികളുമായി ബന്ധപ്പെട്ട അഴിമതി, ഇതെല്ലാം ജാർഖണ്ഡ് മുക്തി മോർച്ചയെയും കോൺഗ്രസിനെയും അവിടുത്തെ സർക്കാരിനെ വേട്ടയാടുകയാണ്. ലക്ഷ്മി.